നമസ്കാരം. അപ്പോൾ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഷേണായ്സ് തിയേറ്ററിലാണുള്ളത്. ബാക്കി നമുക്ക് കണ്ടതിന് ശേഷം വീണ്ടും തിരികെ വരാം. ശരിക്കും 2024 എന്ന് പറയുന്ന ആ ഒരു വർഷം സൈജു കുറുപ്പിനൊരു വൻ നേട്ടങ്ങളുടെ ഒരു വർഷം തന്നെയാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് നമുക്ക് കേട്ടു നോക്കാം. ഒരുപാട് സന്തോഷമാണ്. എന്ന് വെച്ചാൽ ബാക്ക് ടു ബാക്ക് ഈ വർഷം എനിക്ക് ഒരുപാട് നല്ല പടങ്ങളിൽ അഭിനയിക്കാൻ പറ്റി. നല്ല റിലീസായ പടങ്ങളൊക്കെ അടിപൊളിയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയത് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ പടം ഞാൻ നേരത്തെ കണ്ടായിരുന്നു. കണ്ടപ്പോൾ തന്നെ ഞാൻ വിനീഷിനെയും പ്രൊഡ്യൂസറെയും അജുവിനെയൊക്കെ വിളിച്ച് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അജു വർഗീസിനെ ഒന്ന് കാണുന്നതിന് വേണ്ടി കൂടിയാണ് ഓടി വന്നത് ഷേണായ്സ് തിയേറ്ററിൽ. പക്ഷെ കാണാൻ സാധിച്ചില്ല. അപ്പോൾ അജു വർഗീസിനെ കുറിച്ച് സൈജു കുറുപ്പ് പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. അജുവിൻ്റെയൊക്കെ പെർഫോമൻസ്, അജുവിൻ്റെയൊക്കെ ഞാൻ ഏത് ലെവലിലുള്ള പെർഫോമൻസ് ആണ് പറഞ്ഞതെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അത് ഇപ്പോൾ ഞാൻ മീഡിയയുടെ മുമ്പിൽ പറഞ്ഞാൽ അതൊരു ഭയങ്കര എന്താണ് ബോസ്റ്റിംഗ് പോലെയായി. സത്യത്തിൽ അജു വർഗീസിനൊക്കെ ബൂസ്റ്റ് ചെയ്യേണ്ട ഒട്ടും തന്നെ കാര്യമില്ല. കാരണം അദ്ദേഹത്തിന്റെ ലെവൽ വേറെയാണ്. പക്ഷേ ഒരു മികച്ച പ്രകടനമായിരുന്നു അജുവിന്റെ. അജു വർഗീസിന്റെ ഏതൊരു ചിത്രം എടുത്തു നോക്കിയാലും ആദ്യം മുതലേ അഭിനയിച്ച ആദ്യ ചിത്രം മുതലേ ഈ ഒരു സെക്കൻഡ് വരെ ഈ ഒരു ചിത്രം വരെ വേറെ ലെവലാണ്. അത് കൂടാണ്ട് ഫിലിം മേക്കിംഗ് ആയാലും ഇതിൻ്റെ അത് അഭിനയിച്ചിരിക്കുന്ന ഓരോ കുട്ടികൾ എന്ത് രസമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. കാണുന്ന ആൾക്കാരൊക്കെ നല്ല റിവ്യൂസ് പറയുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷമാണ്. ഇപ്പം ഓൺലൈനിലുമൊക്കെ ഗംഭീര റിവ്യൂസാണ് വരുന്നത്. ഒരു കാര്യമേ ഉള്ളൂ, നമ്മൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ ക്ലീശയാണ് എനിക്കറിയാം, എങ്കിൽ പോലും തിയേറ്ററിൽ തന്നെ പോയി കാണണം. അപ്പോൾ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറയുന്ന ഈ ഒരു ചിത്രം പ്രേക്ഷകർ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു എന്നുള്ളത് നമുക്ക് നേരിൽ കണ്ടറിഞ്ഞത്. ഇതൊരു ചെറിയ പടമാണെന്നും പറഞ്ഞുകൊണ്ട് ഇത് എന്തെങ്കിലും സാറ്റലൈറ്റിലോ അല്ലെങ്കിൽ OTTയിലോ വരുമെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് കാത്തിരിക്കല്. ഇത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസിൻ്റെ ഒരു പടമാണ്. ഏതൊരു സിനിമയും തിയേറ്ററിൽ എത്തുമ്പോൾ ഒത്തിരി കഷ്ടപ്പാടുകളുടെ ഒരു മുൾമുനയിൽ നിന്നാണ് റിലീസിംഗ് ഡേറ്റ് കണ്ടെത്തുന്നതും തിയേറ്ററിൽ എത്തിക്കുന്നതും. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന ഈ ഒരു ചിത്രം കാണണം. നിങ്ങൾക്കിതിനെ ഈ ഒരു ചെറിയ പടത്തിനെ വലുതാക്കി മാറ്റാൻ പറ്റും. നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പാണ്. നിങ്ങൾ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ 10 പേരുടെ പറഞ്ഞിരിക്കും ഈ സിനിമ ഉറപ്പായിട്ട് കാണണമെന്ന്. കുട്ടികൾ സഹിതം നിങ്ങൾ പോയി കാണേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ 2024 തിയേറ്ററിൽ എത്തിയിരിക്കുന്ന ഒട്ടുമിക്ക ചിത്രങ്ങളിലും സൈജു കുറുപ്പിന്റെ ഒരു വമ്പൻ തിരിച്ചുവരവുകളാണ് കണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാനും കേട്ടു. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു, എനിക്കൊരു 5-6 പടം കൂടെ പ്രൊഡ്യൂസ് ചെയ്യായിരുന്നു. അല്ല, അത് യാദൃശ്യമായിട്ട് സംഭവിച്ചു പോകുന്നതാണ്. നമ്മൾ എല്ലാ പടങ്ങളും അഭിനയിക്കുമ്പോൾ അത് ഹിറ്റാവണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ അഭിനയിക്കുന്നത്. പിന്നെ ചില പടങ്ങൾ വർക്കൗട്ട് ആവില്ല, ചില പടങ്ങൾ തിയേറ്ററിൽ തന്നെ വലിയ ഹിറ്റാവും. ചില പടങ്ങൾ ഇപ്പം ഭരതനാട്യമൊക്കെ പോലത്തെ പടങ്ങൾ തിയേറ്ററിൽ വർക്കായില്ല, പക്ഷേ OTTയിൽ വൻ ബ്ലോക്ക് ബസ്റ്ററായി. പല്ലൂട്ടി പോലത്തെ ചെറിയ പടങ്ങൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഒരു വലിയ പടമായി മാറ്റി. അതേപോലെ ശ്രീകുട്ടനെ അനുഗ്രഹിക്കുക. ശ്രീകുട്ടനും ഒരു പല്ലൂട്ടിയും ചിൽഡ്രൻസ് മൂവിയാണ്, ഇതും ചിൽഡ്രൻസ് മൂവിയാണ്. പക്ഷേ രണ്ട് ടൈപ്പ് ഓഫ് സിനിമകളാണ്. ഇപ്പോൾ പല്ലൂട്ടി കണ്ടവർക്ക് ഇത് പല്ലൂട്ടി പോലത്തെ ഒരു സിനിമയാണ്, പല്ലൂട്ടി പോലത്തെ ഒരു സിനിമയാണ്. ആ ഒരു പറഞ്ഞ കാര്യത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം പല കൂതറ മീഡിയാസും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇപ്പോഴും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഒരു ചുട്ട മറുപടിയാണ് സൈജു കുറുപ്പ് പറഞ്ഞിരിക്കുന്നത്. ഇത് വേറെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഒരു ഭയങ്കര സിനിമാറ്റിക് എക്സ്പീരിയൻസ് കിട്ടാൻ പോകുന്നൊരു സിനിമയാണ്. അതുകൂടാണ്ട് ഇതിൻ്റെ അകത്ത് ക്ലൈമാക്സിൽ ഒരു എന്താ പറയുക, ഒരു സ്കൂളിൽ നടക്കുന്ന ഒരു പുതുമ, അങ്ങനെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു നമുക്ക് പോലും തോന്നിപ്പോകുന്ന ഒരു പുതുമയാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അത് കേരളത്തിലെ ഒരു സ്കൂളിൽ അത് അപ്ലൈയും ചെയ്തു, അത് അവർ അവിടെ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സംഭവം വന്നാൽ ഫ്രണ്ട് ബെഞ്ചേഴ്സ്, ബാക്ക് ബെഞ്ചേഴ്സ്, മിഡിൽ ബെഞ്ചേഴ്സ് എന്നൊക്കെയുള്ളൊരു സംഭവം അത് മാറിക്കിട്ടും. നമുക്കെപ്പോഴും പേരുദോഷമാണല്ലോ. ഇപ്പോൾ നമ്മൾ ഇപ്പം ഓരോ ഇൻ്റർവ്യൂസിലേക്ക് പോകുമ്പോഴത്തേക്കും കുട്ടിക്കാലത്തെ പറ്റി ചോദിക്കുമ്പോഴത്തേക്ക് പലരും ചോദിക്കാറുണ്ട്, നിങ്ങളൊരു ഫ്രണ്ട് ബെഞ്ചറായിരുന്നു അതോ ബാക്ക് ബെഞ്ചറായിരുന്നു എന്ന്. പക്ഷേ ഈ ഒരു സാധനം അപ്ലൈ ചെയ്താൽ പിന്നെ ഈ ചോദ്യം ഇനിയുള്ള തലമുറയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ അതാണ് സാധാരണഗതിയിൽ ബാക്ക് ബെഞ്ചർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്നത് ബാക്ക് ബെഞ്ചേഴ്സൊക്കെ ഉഴപ്പന്മാരും ഫ്രണ്ട് ബെഞ്ചേഴ്സ് പഠിപ്പിസ്റ്റുകളുമാണ്. പക്ഷെ അങ്ങനെയല്ലേ. അപ്പോൾ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറയുന്ന ഈ ഒരു ചിത്രം വൻ വിജയമാകട്ടെ.